രവി ഇറങ്ങാറായില്ലേ? എല്ലാം എടുത്തിട്ടില്ല നോക്കിയേ. ആ വേഗം നടക്ക്, ബസ്സിന് സമയമായി. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള മനുഷ്യൻ്റെ ദേശാടനത്തിനിടയിൽ നിറങ്ങളില്ലാത്ത ഓർമ്മകൾ ഉണ്ടായെന്ന് വരാം. നിറങ്ങൾ നിറഞ്ഞ ചിത്രകാരനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു ശില്പിയുടെ യാത്രയാണിത്. രവി, മോനെ, നിന്റെ പഠിത്തത്തിനും അത്യാവശ്യം വീട്ടുചെലവിനുള്ള കാശ് എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒപ്പം എൻ്റെ ചികിത്സയ്ക്കും കാശ് വേണ്ടേ? അപ്പം നമ്മളിവിടെ എത്ര നാളുണ്ടാവും? ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ടൗണിൻ്റെ അടുത്തേക്ക് എവിടേക്കെങ്കിലും താമസം മാറ്റിയാൽ അതായിരിക്കും സൗകര്യം. ധൃതിയൊന്നുമില്ല, നിൻ്റെ പരീക്ഷയെ കഴിയട്ടെ. പിന്നൊരു കാര്യം, ആമ്പൽപ്പൂ പറിച്ചും പ്രതിമകളൊക്കെ ഉണ്ടാക്കിയും നീ കുറച്ചൊക്കെ സമ്പാദിക്കേണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് നീ കൂട്ടുകൂടി നടന്ന് ചിലവാക്കി തീർക്കണ്ട. സമ്പാദിച്ചു വയ്ക്കണ ശീലം എപ്പോഴും നല്ലതാ. നമുക്കിപ്പോൾ ആവശ്യം വന്നില്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപകരിക്കും. നമുക്ക് തന്നെ എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പൈസയുടെ കാര്യമല്ലേ. മാഷേ. രവിയോ? എന്താ മാഷേ, തിരക്കിലാണോ? തിരക്കൊന്നുമില്ല. മാഷിനെ കണ്ടിട്ട് കുറച്ച് ദിവസമില്ല, ഇപ്പോൾ വെറുതെ ഒന്ന് ഇറങ്ങിയാണ്. മാഷ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എൻ്റെ മനസ്സ് ശൂന്യമാണ്, ഒഴിഞ്ഞൊരു ക്യാൻവാസ് പോലെ. ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു ടോട്ടൽ കൊളാപ്സ്ഡായ പോലെ. അതൊക്കെ പോട്ടെ.
എന്തായാലും ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിലൊരു മാഷേ പറയ്. ഇങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ട് ഫൈൻ ആർട്സ് കോളേജിൽ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ എനിക്കും അങ്ങോട്ടേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്താ മാഷിൻ്റെ അഭിപ്രായം? നല്ല കാര്യമാണ്. രവിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല അന്തരീക്ഷമാണ്, ശില്പം പഠിക്കാൻ നല്ല സ്ഥലമാണത്. നമുക്ക് സമയമാകുമ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം, പോരെ? അത് മതി. ഇപ്പം തന്നെ എന്തിനാ, ഇനിയും സമയമുണ്ടല്ലോ. ശരി മാഷ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. എനിക്ക് വായനശാലയിൽ ഒരു സെമിനാർ ഉണ്ട്. ശരിയാണ്. ₹5. നമ്മുടെ ആർട്ടിസ്റ്റിന്റെ വീട് ഇവിടെ അടുത്താണോ? ദേ ഇതാണ് ആള്. ഫോൺ ഉപയോഗിക്കാത്ത കാരണം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടി. എന്താണാവോ കാര്യം? ഒരു സുഹൃത്ത് നിങ്ങളുടെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് അതൊന്ന് കാണണമായിരുന്നു. ആയിക്കോട്ടെ, ഒരു നമുക്ക് വീട്ടിലിരുന്ന് സംസാരിക്കാം. ശരി. ഈ പെയിൻറ്റിങ്സ് ഏത് മീഡിയത്തിലാണ് ചെയ്തിരിക്കുന്നത്? ആക്രിലിക്. ഓയിൽ പെയിൻറ്റ് അധികം ഉപയോഗിക്കാറില്ലേ? ഓയിൽ പെയിൻറ്റ് ഇപ്പോൾ വളരെ അപൂർവ ആൾക്കാർ ഉപയോഗിക്കാറുള്ളൂ. അത് ഡ്രൈ ആവാൻ വളരെ സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ ആക്രിലിക് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ കാലഘട്ടത്തിലെ എല്ലാവർക്കും സ്പീഡല്ലേ, പെട്ടെന്ന് വേണമല്ലോ. എല്ലാവർക്കും സ്പീഡ് വേണം, പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് ഉണങ്ങണം. അതുകൊണ്ട് ആക്രിലിക് ഉപയോഗിക്കുന്നു. അങ്ങനെ. ഹലോ, ഞാനിപ്പോൾ സിറ്റിയിലില്ല. ഏതാ 3D പെയിൻറ്റിങ്ങോ? ഓ വേണ്ട വേണ്ട, ബാർഗെയിൻ ചെയ്യണ്ട. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. കുറച്ച് മ്യൂറൽ ടച്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ശരി മാഷെ. അയാളുടെ ഒരു മ്യൂറൽ ടച്ച്. നഗരത്തിലെ ആർട്ട് ഗാലറികളിലെ ലേലം വിളികൾ, ആത്മാവില്ലാത്ത ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ, പൊയ്മുഖങ്ങളിലേക്ക് കൂടുതൽ പ്രകാശം വീഴുന്നു. ഇവയിൽ നിന്നെല്ലാം അകന്നു നിൽക്കുക എന്നത് എൻ്റെ തന്നെ തീരുമാനമായിരുന്നു. പണ്ട് നടന്ന വഴികൾ വീണ്ടും ഒന്നുകൂടി നടക്കണമെന്ന് വല്ലാത്ത മോഹം. കലയുടെ ഉന്മാദമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക്. സാധിച്ചെങ്കിൽ പോകാം. മാഷേ, ഇന്നലെ അവിടെ ആരോ വന്നിരുന്നു പറഞ്ഞു പെയിൻറ്റിങ് കാണാൻ. അതാ സിറ്റിയിൽ നിന്ന് ഒരു ആർട്ട് ഗാലറിക്കാരൻ വന്നതാ. എന്നിട്ടൊന്നും ആയില്ലേ? അതാണ്. രവി അവിടെ കുറച്ച് ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പുതിയതായിട്ട്. മാഷൊന്നും ഒന്ന് കാണ്. ആയിക്കോട്ടെ, വരാം. അല്ല, ഇന്നലെ ഒരാൾ പെയിൻറ്റിങ് നോക്കാൻ വന്നിട്ട് എന്തായി? ആസ് യൂഷ്വൽ, സാധാരണ ബയേഴ്സ് പോലെ. അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പെയിൻറ്റിങ് അവരാണ് വാങ്ങേണ്ടത്. അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ചെയ്ത പെയിൻറ്റിങ്ങിന് ഡൈമെൻഷൻ മാറിപ്പോവും. രവി, ഈ ശില്പം എന്താണെന്നറിയോ? എല്ലാ ശിലകളിലുമുണ്ട് ഒരേ ശില്പം. മൈക്കലാഞ്ചലോ വലിയ മാർബിളിൻ്റെ വലിയ പീസിൽ അത് പണിയുന്നതിന് മുൻപ്, ശില്പം ഉണ്ടാക്കുന്നതിന് മുൻപ് വലിയ മാർബിൾ കല്ലിൽ തടവിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോസസ് യു ആർ സ്ലീപ്പിംഗ്. ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലായോ? എല്ലാ ശിലകളിലും ഒരു ശില്പമുണ്ട്. ആ ശില്പം ശില്പി കണ്ടെത്തണം. എന്നിട്ട് ആ കല്ലിൽ നിന്നും അതിന് ജീവനും കൊടുത്ത് മാറ്റിയെടുക്കുകയാണ്, കാർവ് ചെയ്ത്. അതാണ് ശില്പം. രവി, പുതിയ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. സൗകര്യമുള്ളപ്പോൾ ഒന്ന് കണ്ടോ? ശരി മാഷേ. മാഷേ മാഷേ. രവിയാ, ഇരിക്കൂ, ഞാൻ ദാ വരുന്നു.
ഇരുളും വെളിച്ചവും നിറഞ്ഞ ഈ ലോകം, ശ്രദ്ധിക്കപ്പെടാതെ ജീവിതങ്ങൾ, നിറം മങ്ങിയ മനുഷ്യമുഖങ്ങൾ എല്ലാം മനസ്സിൽ നിന്ന് ക്യാൻവാസിലേക്ക് പകർത്താൻ ചായങ്ങളില്ല. വില കുറഞ്ഞ ക്യാൻവാസും ചായങ്ങളും മൂല്യരഹിതമായ കാലം. ഈ വലിയ ഭൂമിയിലെ ചെറിയ വാടക ജീവിതത്തിൽ ഇതെല്ലാം ആരോട് പറയാൻ? ആ രവി, ആ എന്തു പറയുന്നു? അല്ല, ഞാനൊരു കവർ പേജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെ, അത് ശരിയായ? കവർ പേജ് ഒന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കൊടുത്തു നോക്ക്, പറ്റുന്നതാണെങ്കിൽ ഇടാം. കവർ പേജ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കൊടുത്തു നോക്ക്, അവർക്ക് ഇഷ്ടമായാലും ഇട്ടട്ടെ, അല്ലെങ്കിൽ വേറെ നോക്കാം. ആ ശരി. ആ എവിടെ പോയി? ഏയ്, ഞാൻ വെറുതെ കറങ്ങാൻ പോയത്. ആഹാ, എന്നാ കയറിക്കും, നമുക്കൊന്ന് അവിടെ വരെ പോവാം. ഓ ശരി. മാസികയുടെ കവർ പേജ് ആ മാസികയുടെ കവർ പേജ് നീ ചെയ്താണോ? അല്ല, എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ ചെയ്തതാ. അതാരാ? വീടിൻ്റെ അടുത്തുള്ള ആർട്ടിസ്റ്റാണോ? ആ ആർട്ടിസ്റ്റാണ്. എന്നാൽ നമുക്കൊന്ന് പോയി കണ്ടാലോ? പോവാ, പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? പുള്ളിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പുള്ളി അവിടെ ഉണ്ടാവും. നമുക്ക് പോയാലോ? ആ എന്നാണ് ഇപ്പോൾ വാടാ പോവാ. എന്നാ വാ. ആ മാഷേ, വാ ഇരിക്ക്. താമസം മാറുന്നുണ്ട് കേട്ടു. അങ്ങനെ ഒരു ആലോചന ഉണ്ട്. ധൃതിയൊന്നും പിടിക്കണില്ല. ടൗണിൻ്റെ അടുത്ത് എവിടേക്കെങ്കിലും ഇതായി കഴിഞ്ഞാൽ അവനും സൗകര്യമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പണി കൂടുതൽ കിട്ടുകയും ചെയ്യും. ആ രവി, ഇത് എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്ര നേരം? ഏയ്, ഞാൻ വെറുതെ അവരുടെ കൂടെ. സൈക്കിൾ വേണമെങ്കിൽ അകത്തേക്ക് വെച്ചോടാ. അതിങ്ങോട്ട് എടുത്തില്ല, റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇതിന് വല്ല മെയിൻ റോഡിലും താമസിച്ചാൽ പോരെ. വാടാ വാടാ മാഷേ, ഇതാണ് എൻ്റെ കൂട്ടുകാരി. എടാ, ഇതാണ് കവർ പേജ് ചെയ്ത മാഷ്. ഓ മാഷേ, കവർ പേജ് ഉഗ്രനായിട്ട് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അല്ല, ഒരു കവർ പേജ് എന്ന് പറഞ്ഞപ്പോൾ കൺവെൻഷനായിട്ടാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അത് കണ്ടപ്പോൾ മനസ്സിലായി ശരിക്കും അങ്ങനെയല്ല. ശരിക്കും ഒരു വെറൈറ്റി, ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലെല്ലാവർക്കും നല്ല അഭിപ്രായം. സന്തോഷം. നിങ്ങൾ അകത്തേക്ക് ഇരിക്കുക. അതുകൊണ്ട ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. കയറി ഇരിക്കുക, അതിനിപ്പോൾ എന്താ? മാഷ് കവർ പേജ് മാത്രമല്ല, കുറച്ച് പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്താ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കാണാം. ഇല്ലടാ, ഇപ്പോൾ പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും വന്ന് കണ്ടോളാം. ശരി, കാണാം. ശരി ശരി, ഓക്കെ ഓക്കെ. ഇവിടെ ഈ ഓണം കയറാൻ മുതൽ ആരോ ഒന്ന് പടം എടുക്കാനാണ്. പുള്ളി കവർ പേജ് മാത്രമല്ല, വേറെ വളരെ ക്ലാസിക്കലായിട്ടുള്ള സാധനങ്ങൾ ചെയ്തിട്ടുള്ള ആളാ. എടാ, ഇക്കാലത്ത് ടാലന്റ് മാത്രം ഇട്ട് കാര്യമില്ല, മാർക്കറ്റ് കൂടി ചെയ്യാനറിയണം. മാഷോടൊന്നുമില്ലെങ്കിൽ FB-യിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ. അല്ലെങ്കിൽ നമുക്ക് മാഷിൻ്റെ പിക്ചറൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അല്ലടാ, ആ ഫോൺ നിർത്തിടാം. 1,00,000 ലൈക്ക് കിട്ടിയാൽ മതി. പിന്നെ മാഷിൻ്റെ കാര്യം നോക്കാനില്ല. പിന്നെ മാഷ് സെലിബ്രിറ്റി ആയിരിക്കും. എടാ, നിങ്ങൾക്ക് അറിഞ്ഞൂടാണ്ടാണ്, മാഷ് വേറൊരു തലത്തിലാണ് ചിന്തിക്കണേ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് വിവരമില്ലാണ്ടാണ്. പറഞ്ഞിട്ട് കാര്യമില്ലടാ. ശരിടാ, എന്നാ പോട്ടെ. ആ, എവിടേക്കാ? ഞാൻ മാഷിൻ്റെ അടി പോവാ. മാഷേ, ഈ പെയിന്റിങ് ഇത് കാട്ടുതീയാണ്. ഓ, കാട് കത്തിയതാണല്ലേ? കത്തിയതല്ല, കത്തിച്ചതാണ്. കാട് ജനങ്ങളൊക്കെ ചേർന്ന് കത്തിച്ചതാണ്. എന്തിനു കത്തിച്ചു?
ആര് കത്തിച്ചു? അതിന് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ. നീ എൻട്രൻസ് കോച്ചിങ്ങിനും ഉണ്ടോ? പിന്നെ എൻട്രൻസ് കോച്ചിങ്ങാ? ഇവൻ പോയി തുടങ്ങി. അതിനെനിക്കും താല്പര്യമില്ല. ആടാ നിങ്ങൾ പൊക്കോ, മാഷനുണ്ട്. നമസ്കാരം. ആ മാഷേ, ഇവിടെ നിന്ന് താമസം മാറുന്ന കാര്യം എന്തായാലും തീരുമാനമായി. വൈകിട്ട് പോവാന്നാണ് അച്ഛൻ പറഞ്ഞത്. അല്ല മാഷിപ്പോ എവിടെ പോയതാ? വീട്ടിൽ പോയി. ആഹാ, അവിടെ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. ഓഹോ, വെറുതെ പോകണം തോന്നി പോയി. വൈകിട്ട് കാണാൻ രവി. ഓക്കെ, കാണാം. മാഷേ മാഷേ. ആ രവിയോ? എന്താ പോകാറായോ? പുതിയൊരു വീട് ശരിയായിട്ടുണ്ട്. അപ്പൊ താക്കോലൊക്കെ കൊടുത്ത് ഞങ്ങളൊക്കെ പറ്റിയ ഇന്ന് തന്നെ ഇറങ്ങും. കുറച്ച് ശില്പങ്ങൾ മാത്രമേ ഉള്ളൂ, അധികമൊന്നുമില്ല. ശരി. ഇന്ന് തന്നെ എവിടെ എത്താന്നാ വിചാരിക്കണേ. വാ. മാഷേ ഞാനെന്നാ പോട്ടെ, പോയിട്ട് വരാം. പോയിട്ട് വരാമെന്നല്ല, വരണം കേട്ടോ. നല്ലത് വരട്ടെ. ശരി. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. ആമ്പൽപ്പൂ വിറ്റും ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ എൻ്റെ ഇരിപ്പുണ്ട്. അതിന് അല്ല, അതേതെങ്കിലും നല്ല ആവശ്യത്തിന് ഉപയോഗിക്കാന്നാണല്ലോ അന്ന് പറഞ്ഞത്. എന്താ നീ ഉദ്ദേശിക്കണേ? അല്ല, ഈ പൈസ നമ്മൾ ആർട്ടിസ്റ്റിന് കൊടുക്കണതല്ലേ? ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ പറയുന്നത്? നമ്മുടെ മാഷിന് ഒരു ക്യാൻവാസ്, അത്രേ ഞാൻ ആലോചിച്ചുള്ളൂ. ശരിയാ മോനെ, മാഷെ നമ്മൾ മറക്കാൻ പാടില്ല. അദ്ദേഹം ശരിക്കും നല്ലൊരു മനുഷ്യനാ. പലരും മൂപ്പരെ കണ്ടിട്ട് കാണാതെ പോവാ. നമ്മൾ മൂപ്പരെ മറക്കാൻ പാടില്ല. ഒരു ക്യാൻവാസിന് എത്രയാണെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. ആ ശരി അച്ഛാ. ഞാൻ പറഞ്ഞ കൃഷ്ണൻ്റെ പ്രതിമ ശരിയായോ? ആ അച്ഛൻ പറഞ്ഞിരുന്നു. ആ ആ അതെ. ഒന്ന് പൊതിഞ്ഞേക്കിട്ടോ. ആ എത്ര? 800. ഈ പണിയും തുടങ്ങിയ? അങ്ങനൊന്നുമില്ല. എന്താണ് ബ്രോവിന് വല്ല പ്രാന്തുണ്ടാ? വെറുതെ ഈ ഷർട്ട് ഇതൊക്കെ ഇട്ട് പെട്രോൾ പമ്പിൽ
അല്ലടാ വേറെ എന്ത് ചെയ്യാനാ? എന്നാ പിന്നെ ബ്രോ നിനക്കൊരു കഫേ കൂടെയും കൂടെ. ആ ഏയ് കഫേ ഒന്നും നടക്കൂല. വേഗം അടിക്ക്. എത്ര രൂപക്കാടാ? 200 രൂപയ്ക്ക് അടിച്ചു. മാഷേ മാഷേ ഇവിടെ ആരും ഇല്ലേ? നമ്മുടെ പഴയ വീട്ടിലൊന്ന് അന്വേഷിച്ച് നോക്കാം. അവിടെ പുതിയ വാടകക്കാരുണ്ടാവും. അവർക്ക് അറിയാതിരിക്കില്ല മാഷ എവിടെ പോയിരിക്കണമെന്ന്. ആരാ? അപ്പുറത്തെ വീട്ടിൽ ഒരു ആർട്ടിസ്റ്റ് താമസം ഉണ്ടായിരുന്നു. അങ്ങേരിപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ആ, ഒരു ആർട്ടിസ്റ്റ് അല്ലേ? ആ അതെ. ഒരു താടിയൊക്കെ വെച്ചിട്ട്? ആ അതെ അതെ. ഓ, ആള് താമസം മാറിപ്പോയടാ. ഇപ്പം എവിടെയാണെന്നറിയാമോ? ഓ, ഒരു ഐഡിയ ഇല്ല. ഇവിടെയെങ്കിലും ഇല്ല, ഇപ്പം കാണാറില്ല. ഓ ഓ ശരിയാ, നോക്കേ. ശില്പത്തിന് ഇഷ്ടപ്പെടുന്നവരാരും അതിൻ്റെ ശില്പിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എന്നെങ്കിലും ഈ മനുഷ്യനെവിടെ ജീവിച്ചിരുന്നെന്ന് ആരെങ്കിലും ഓർമ്മിക്കും. നമുക്കിനി മാഷെ കാണാൻ പറ്റുമോ? ഒരുപാട് പേര് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞില്ലാതാവുന്നുണ്ട്. നമുക്ക് തേടി നോക്കാം, കാണാതിരിക്കില്ല. നമ്മുടെ അരികിലുണ്ടായിട്ടും നമ്മൾ കാണാതെ പോകുന്ന ചരിത്രത്തിൻ്റെ വഴിയമ്പലങ്ങളിലേക്ക് നാം അവഗണിച്ചകറ്റുന്ന ചിത്രകാരൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. തോരാതെ പെയ്യുന്ന മഴയിലും ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പലരുമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ.